കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാഡ് ന്യൂസും ഒരു ഹാപ്പി ന്യൂസും എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. ഒരു സാഡ് ന്യൂസും ഉണ്ട്, ഹാപ്പി ന്യൂസും ഉണ്ട്. അപ്പം ആദ്യം ഹാപ്പി ന്യൂസ് തന്നെ ആദ്യം പറയാം എന്തായാലും. ഓക്കെ, അപ്പം ഒന്ന് പവർ ആവട്ടെ റവലേന്ന്. ഉഷാദ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ഉഷാദ് ബ്രോ. അപ്പം ഞാൻ ഇന്നലെ അവിടെ ഈ കണ്ണാപ്പിയെ കാണാൻ പോയ സമയത്ത് ഞാനും ചെന്ന സമയത്ത് ഈഗിളും വന്നത് കറക്റ്റ് സമയത്തായിരുന്നു. ഞാൻ ഈഗിളും ഒരേ ടൈമിലാണ് എത്തിയത്. എന്ന് വെച്ചാൽ ഈഗിളിൻ്റെ കാർ വന്ന് കയറുന്നു, അതിൻ്റെ പുറകെ ഞാൻ വന്ന് കയറുന്നു, അങ്ങനെയാണ് നമ്മൾ എത്തിയത് ഇന്നലെ അവിടെ വെച്ച്, സത്യം പറഞ്ഞാൽ. അപ്പം ഞാനും ഈഗിളും രാനും ഗുലാനും ഈഗിളുണ്ടായിരുന്നു, പിന്നെ ടുബോർഗ് ഉണ്ടായിരുന്നു, സക്കീർ ഉണ്ടായിരുന്നു, ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഇന്നലെ പോയിട്ട് നേരിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ ഇന്നലെ മീറ്റ് ചെയ്തായിരുന്നു, ഞാനും ഈഗിളും നമ്മളെല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ട് ഇവർ ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞത് അതിനകത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താ, അതോ ടൈമിങ് വെച്ചിട്ട് ചിരിച്ചാണോ? ഓക്കെ 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 ഓക്കെ, ഞാൻ കണ്ട കാര്യം പറയാൻ നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് സംസാരിച്ച് സീനൊന്നുമില്ല, സംസാരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നോർമലായിട്ട് നല്ല രീതി തന്നെ ആണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നമ്മളെ വെച്ചാൽ എനിക്ക് അവരും ബാഡായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളും എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു, അവൻ്റെ സൈഡിൽ നിന്ന് ഷോക്കായ കാര്യം അവൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടായിരുന്ന ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നമുക്കിടയിലൊരു വഴക്കോ കാര്യങ്ങളോ അങ്ങോട്ട് മുമ്പോട്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് അവനും താല്പര്യമില്ല, എനിക്കും അങ്ങനത്തെ താല്പര്യമില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്ത് നമുക്കിപ്പോൾ ഗെയിമിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള ഒരു ലൈഫിൽ ഉള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. കാരണം നല്ല രീതി തന്നെയാണ് സംസാരിച്ച് ക്ലിയർ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നല്ല ഇറങ്ങുന്ന സമയത്ത് അവൻ പോകുമ്പോഴും നമ്മൾ പിരിയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണ് പിരിഞ്ഞത്. അത് ഒരു കേസ്. പിന്നെ രണ്ടാമത്തെ ഇതാണ് ഹാപ്പി പാർട്ടെന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഹാപ്പി സൈഡെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് സാഡാവാം ചില കുറച്ച് പേർക്കെങ്കിലും ഷോക്ക് ആവുന്നൊരു സൈഡ് ആവാനുള്ളൊരു ചാൻസ് ഉള്ള സൈഡെന്ന് പറഞ്ഞാൽ തിരിച്ച് ടി വി എ ഗ്യാങ്ങിലോട്ട് നമ്മൾ കയറുന്ന കാര്യം ആണ് രണ്ടാമത്തെ കേസ്. അപ്പം തിരിച്ചിട്ട് ടി വി എയിലോട്ട് കയറുന്ന കാര്യം കേസ് അത് നമുക്ക് എത്രത്തോളം പോസിബിളാണെന്ന് ഉള്ളത് അറിയത്തില്ല കേസ്. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പഴയ പോലെ ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം കേസ് അപ്പോൾ അതുകൊണ്ട് തിരിച്ചിനി ടി വിയിലോട്ട് കയറാനോ അല്ലെങ്കിൽ ടി വിയുടെ അകത്ത് ഒരു ഉള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനും മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു സംഭവങ്ങളിലൊക്കെ ഇതാവാനൊക്കെ ഇനി ഒരു മനസ്സിലായി ആ ഒരു രീതിയിലോട്ട് ഇനി പോകാനായിട്ട് നമുക്ക് ആർക്കും മനസ്സിലായില്ലേ, അത് ശോകമാണെന്നാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ആയത്. കാരണം കുറച്ച് അതിൻ്റെ അകത്ത് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ ഈഗിളുടെ മാത്രമുള്ള ഇഷ്യൂ അല്ല, അല്ലാണ്ട് വേറെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട് കേസ്. അപ്പം അതുകൊണ്ട് ഇനി തിരിച്ച് ടി വിയിലോട്ട് കയറിയാലും ആ ടി വിയെ ഈ അപ്പാപ്പനെയൊക്കെ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ എടുത്തുകൂടാ ബ്രോ? അത് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മളിറങ്ങി അവരുടെ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ടൈം അവർക്ക് മനസ്സിലായി, അവരുടെ ഡിസിഷൻസ് എടുത്തോട്ടെ, അവരെ ആ രീതിയിൽ വിടുക. മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും സംസാരിച്ച് ക്ലിയർ ആക്കി എല്ലാം കഴിഞ്ഞു. ഇനി വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാൻ താല്പര്യമില്ല. അത് അവൻ്റെ ഗ്യാങ് അവൻ്റെ വെച്ചാൽ അവനാണ് ഇപ്പം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവൻ ആ ഗ്യാങ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് വേണ്ടി അവനത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം അവരത് അവരുടെ രീതിയിൽ കൊണ്ടുപോട്ടെ. അതിൻ്റെ അകത്ത് ഇനി പോയിട്ട് നമ്മളെ ഡിസിഷൻസ് പറയാനായിട്ട് നമ്മൾ ആരുമല്ല, മനസ്സിലായില്ലേ? ഇപ്പം
കഴിഞ്ഞ ദിവസം ഈ തന്നെ ഇപ്പം ഇവർ ഇപ്പം ഇറ്റാച്ചിക്ക് സ്റ്റോറി ഇട്ടതിന് പോലും റീസൺ എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ കാര്യം ഓൾറെഡി അവ അറിഞ്ഞതാണ്. ഇറ്റാച്ചിക്ക് ഈ കാര്യം ഓൾറെഡി അറിഞ്ഞിട്ടത് പറഞ്ഞപ്പോൾ അവനെ അന്ന് ചാറ്റിലുള്ളവർ കുറേ ഒരു അവനെ ഒരുമാതിരി നീയൊക്കെ എന്തടാ കുണ്ണെ മറ്റേ എന്ന് പറഞ്ഞാൽ അവനെ കുറേ ഇത് പറഞ്ഞു, കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്, നീ ചുമ്മാ പറഞ്ഞുണ്ടാക്കുകയാണ്, ഹേറ്റ് സ്പ്രെഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവൻ ഈ കാര്യം അറിഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞാണ്. അപ്പോൾ അവനന്ന് തെറി വിളിച്ചതും അതൊക്കെ അന്നേരം തെറി വിളിച്ചതെല്ലാം അവന് ഭയങ്കര ബാഡായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുറത്താണ് അവൻ ആ സ്റ്റോറി ഇട്ടാൽ. ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു രീതിയിലോട്ടുള്ള ഇതൊന്നും ഇല്ല. ആരെയും കുറ്റം പറയാനും കളിയാക്കാനും ഇതൊന്നും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ പോവുക. എന്നുവെച്ചാൽ ആരുടെയും ഇപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ പോയി ഇടപെടാനും ഇതാക്കാനും ഷോക്കാക്കാനും ഒന്നും ഇവിടെ നിന്ന് ആരും പോകത്തില്ല. അത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ സ്വീഡിൻ്റെ ഒരു കേസൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ബാഡായ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ട് കേസ്. അത് ലൈവിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് കുറച്ച് ഷോക്കാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, അതിൻ്റെ അകത്ത കാര്യങ്ങൾ പറയുന്നത് ഷോക്കാണ്. ഇപ്പം എനിക്കിപ്പം എന്തുകൊണ്ടാണ് അവർക്ക് തമ്മിലിടയിൽ ഇപ്പം ബാഡായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് പറയുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല കേസ്, അത് പറയുന്നില്ല, അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ അത് അവർക്കിടയിലുള്ള കാര്യമാണ്. അത് അവർക്കിടയിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അവർ തന്നെ തീർക്കട്ടെ. അതിൻ്റെ അകത്ത് ഇടപെടാനും ഇടപെട്ട് ഇതിനകത്ത് തലയിടാനൊന്നും ഞാൻ എന്തായാലും പോകണില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ സ്പീഡ് T47 കയറിയല്ലോ അതോ ഇല്ലല്ലോ, അവൻ കയറിയിട്ടില്ല കേസ്, അവൻ കയറിയിട്ടില്ല. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റോള് അവൻ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്നാൽ T47 കയറട്ടോ എന്ന് അവൻ ചോദിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കയറേണ്ട, ഇപ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഓക്കെ ഇല്ല എന്നാൽ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആ റോള് അന്നേരം ദാമു T47 കളിക്കുന്നുണ്ട്. ദാമു അവൻ്റെ അടുത്തുള്ള കമ്പനിയുടെ പുറത്ത് ഇതിലങ്ങ് അവനെ പിടിച്ച് ആടാക്കിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവൻ കളിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അത് ഇതാക്കിയിട്ടുണ്ട് കേസ്, മനസ്സിലായി. ലൂപ്പ് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്നത്. ബ്രോ ഇന്നലെ നടന്ന കാര്യമാണ് പറഞ്ഞത്, ലൂപ്പല്ല. ഇന്നലെ നടന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ കാര്യം സംസാരിക്കുന്നത് ഈകളുടെ അടുത്തും ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായി. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞടാ ഇന്നലെ കണ്ട കാര്യം ലൈവിൽ പറയാമെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു. അവന് ഓക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ലൂപ്പ് അടിക്കാമെന്നല്ല, കാര്യം പറയണ്ടേ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകുന്നത് കാണണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, മനസ്സിലായില്ലേ. അവർക്ക് വേണ്ടി ഇത് പറഞ്ഞു. അല്ലാതെ നിനക്കൊക്കെ അടി ഉണ്ടാക്കാനും വിഷം ഉണ്ടാക്കാനും ഇതൊക്കെ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ വിഷം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ മറ്റേ കുറേ ഡയലോഗ് എനിക്കത് താല്പര്യമില്ല, മനസ്സിലായേ. എനിക്ക് വന്നിരുന്ന് ഡെയിലി ഇവിടെ വന്നിരുന്ന് ഈ അടിയും പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യമില്ല. പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് ജസ്റ്റ് ഇന്നലെ നടന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ബ്രോ നെഗറ്റീവുകൾ കമൻറ്റ് ഇഗ്നോർ ഇല്ല ബ്രോ, നെഗറ്റീവ് കമൻറ്റ് ഇഗ്നോർ ചെയ്യാത്തല്ലേ. ചില കാര്യങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലായില്ലേ വീണ്ടും വീണ്ടും മണ്ടേ കയറും. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരുപാട് റിയാക്ട് ചെയ്യാത്ത ടൈപ്പായിരുന്നു. പക്ഷേ എനിക്കത് ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്, റബലെ മൈൻഡ് ആക്കണ്ട. അത് വിട്ടുതരാം, അത് വിട്ടു, ഞാൻ വിട്ടു. അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം ഗൈസ്. അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം. സോ ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഇതുവരെ നമ്മൾ എടുത്ത ഫൈനലായിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ TVA എന്നുള്ള TVA ഒരു ഗ്യാങ്ങായിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും ഇനി ഒരു കയറിക്കഴിഞ്ഞൊരു രണ്ടായിട്ട് നിന്ന് പോകുന്നത് കാണാൻ താല്പര്യമില്ല ഗൈസ്. വെച്ചാൽ രണ്ടായിട്ടുള്ളൊരു പ്രശ്നങ്ങളും അങ്ങനെ പോകാൻ താല്പര്യമില്ല. സോ ഇപ്പം കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ചെറിയ ഇഷ്യൂസ് ഉണ്ട് വേറെ. അപ്പം അതുകൊണ്ട് ഇനി TVയിൽ കയറിയിട്ട് അത് വീണ്ടും രണ്ട് രീതിയിൽ നിൽക്കാൻ, പക്ഷേ ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പ് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് തിരിച്ച് TVയിലോട്ട് കയറുന്ന കാര്യത്തിൽ ഇനി വീണ്ടും അത് വേണ്ട, ആ ഒരു ഡിസിഷനിലോട്ട് തിരിച്ച് പോകാത്തത്. വേറെ ഒന്നുമില്ല. ആൾ സോർട്ട് ഔട്ട് ആവട്ടെ. മോൺസിൽ സ്ട്രീം അത്ര വിഷാദം. അപ്പം അതുപോലെ കണ്ണാപ്പി എന്തായാലും കഴിച്ചും ലൈവും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ അതൊന്നും ഓർത്ത് ശോകമുണ്ട്. അവൻ്റെ സ്റ്റോറിയും കണ്ടെന്ന് ആരും ബാഡാവേം വേണ്ട. ഓക്കെ, അവൻ്റെ കുറച്ച് പ്രായത്തിൻ്റെ അടുത്ത ആട്ടമായിട്ട് നിങ്ങൾ കണ്ടിട്ട് അതങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. നിങ്ങൾ ഇനി അവൻ ലൈവ് വരുമ്പോഴാണെങ്കിൽ പോലും അവൻ്റെ അടുത്ത് പോയിട്ട് ഒരുമാതിരി മോശമായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങനെ സ്റ്റോറി ഇട്ടത് ബാഡാണ് അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊന്നും അതൊന്നും വേണ്ട.
നിങ്ങൾ നോർമലായിട്ട് എങ്ങനെയാണോ അതേ രീതിയിൽ ഇനി ലൈവ് വരുമ്പോഴും നിങ്ങൾ നേരത്തെ എങ്ങനെ കണ്ടോട്ടുന്നു അതേപോലെ അങ്ങ് കണ്ടങ്ങ് മുമ്പോട്ട് പോയത് കേസ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് കാര്യങ്ങൾ. അണ്ണ ചിരിക്കണ്ട എന്താ ഫിഫി വെൽക്കം ടു സ്ട്രീം ഫിഫി. അപ്പം ഇത്രേ ഉള്ളൂ. കാര്യങ്ങൾ. ഇനി ഒന്നും ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി ഞാൻ എന്തായാലും ഗെയിമിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേസ്. അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ ഗ്യാങ് ആവാതെ വേറൊരു ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആർ ഡി സി സെറ്റപ്പ്, മാർക്കറ്റ് മഫി സെറ്റപ്പ്, അതിൽ സ്ലാൻഡ്സ് പറ്റും ബ്രോ. അതൊന്നും ഇപ്പോൾ ഇതാകുന്നില്ല. ചിലപ്പം മനസ്സിലായി. മുമ്പോട്ടുള്ള കാര്യം എന്തായാലും ഒരു പ്രോപ്പർ അപ്ഡേറ്റ് തരാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനസ്സിലായി ഇനി മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇതുവരെ ഉണ്ടല്ല. പല മൈൻഡുണ്ട് എന്ന് വെച്ചാൽ ഗ്യാങ് തുടങ്ങണോ വേണ്ടയോ മനസ്സിലായി. അങ്ങനത്തെ എല്ലാം ഒരുപാട് തോട്ടുകൾ ഇപ്പോൾ മൈൻഡുണ്ട്. അപ്പം സോ അത് ടൈം എടുക്കും. ഒരു ഡിസിഷൻ എന്തായാലും ഉണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യാം. നിങ്ങൾ ആ സുനിമോനോട് വരാം.